ഹലോ, ഇന്ന് നമുക്ക് ഈ ഒരു സെൻറ്റർ ക്ലിപ്പിനെ ഒന്ന് ഡിസൈൻ ചെയ്തെടുത്താലോ? വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു ക്ലിപ്പിന് ആകെ നമുക്ക് റേറ്റ് വരുന്നത് 5 രൂപയാണ് കേട്ടോ ഒരു പീസിന്. ഇത് വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് നല്ല ഭംഗിയിൽ തന്നെ ക്ലിപ്പുകൾ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഒരുപാട് ഹെയർ ബാൻഡ് മേക്കിംഗ് വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട്. അതൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണേ. ഈ ഒരു ക്ലിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫെൽറ്റ് ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ രണ്ട് വശവും നമ്മളിതാ ഇതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇത് സ്ക്വയർ ഷേപ്പിലാക്കിയിട്ടും ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഞാനൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് റൗണ്ട് ഷേപ്പിലാക്കിയതാണ്. നമ്മുടെ ക്ലിപ്പ് എത്ര നീളത്തിലാണ് എടുത്തത് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു ഫെൽ ഷീറ്റ് കട്ട് ചെയ്തെടുക്കാനായിട്ട് B1000 ഗ്ലൂ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ 2 ഐറ്റം സ്റ്റോൺ ആണ് എടുക്കുന്നത്. ഒന്ന് കുറച്ച് വലുതും ഒന്ന് അതിൻ്റെ ചെറിയ ടൈപ്പും. അങ്ങനെ 2 സ്റ്റോൺ വെച്ചിട്ടാണ് നമ്മളിത് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫെൽ ഷീറ്റിൻ്റെ ചുറ്റുഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഓരോ സ്റ്റോണായിട്ട് ആദ്യം ഞാൻ വലിയ സൈസിലുള്ളതാണ് എടുത്തിട്ടുള്ളത്. അതിനെ നമ്മൾ ഈ ഒരു ഫെൽ ഷീറ്റിൻ്റെ അറ്റത്തിലൂടെ ഈ ഒരു രീതിയിൽ ഒരു ബോർഡറായിട്ട് വരുന്ന രീതിയിൽ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് ആർക്കും ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇതുപോലെ നമുക്ക് ഫെൽ ഷീറ്റിൽ പല ഷേപ്പിലും കട്ട് ചെയ്തിട്ട് നല്ല ഭംഗിയിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് ജസ്റ്റ് ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്താൽ മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ നമ്മൾ ഈ ഒരു ഫെൽ ഷീറ്റ് ഫുള്ളായിട്ട് ഇതുപോലെ ഒരു ബോർഡറായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ലെയറൂടെ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അടുത്തൊരു വരിയിലൂടെ നമ്മൾ ഇതുപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും അതിനുള്ളിലൂടെ ഇതാ റൗണ്ടാക്കിയിട്ടൊന്ന് സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ 2 ലൈനും ഫുള്ളായിട്ട് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഒട്ടിച്ചെടുക്കണം. അതിനായിട്ട് നമ്മൾ ഈ ഒരു സെയിം മോഡലിലുള്ള സിൽവർ കളർ സ്റ്റോണാണ് എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഞാൻ ഒട്ടിക്കാനായിട്ട് ഗോൾഡൻ കളർ തന്നെ കുറച്ചുകൂടെ ചെറിയ സ്റ്റോണാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് തോന്നി ഇതുപോലെ സിൽവർ ഗോൾഡൻ കളർ കോംബോയിലായാലും നല്ല ഭംഗിയാവുമെന്ന് തോന്നിയിട്ട് ഞാൻ ആ ഒരു സെയിം മോഡലിലുള്ള സിൽവർ കളർ സ്റ്റോണാണ് ഒട്ടിച്ചെടുത്തത്. ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഓരോ സ്റ്റോണായിട്ട് അങ്ങ് ഒട്ടിച്ചെടുത്താൽ മതി. ഇതേ രീതിയിൽ നമുക്ക് ഫെൽ ഷീറ്റിൽ പല ഷേപ്പിലാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് സ്റ്റോണും ബീഡ്സൊക്കെ ഒട്ടിച്ചിട്ട് ഹെയർ ബാൻഡിലും അലിഗേറ്റർ ക്ലിപ്പിലും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെ ചെയ്തെടുത്താൽ മതി. അങ്ങനെ നമ്മളിതിൽ ഫുള്ളായിട്ട് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ നമ്മൾ നമ്മുടെ സെൻറ്റർ ക്ലിപ്പിൽ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അതിനായിട്ട് നമ്മൾ സെൻറ്റർ ക്ലിപ്പിൽ ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ക്ലിപ്പിനെ നമ്മൾ ഫെൽ ഷീറ്റിൻ്റെ സെൻറ്റർ ഭാഗത്തിലൂടെ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ നമ്മുടെ ഫെൽ ഷീറ്റിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് തന്നെ ഒട്ടിച്ചെടുക്കണം. അങ്ങനെ നമുക്ക് ഈ ഒരു രീതിയിൽ നല്ല ഭംഗിയിൽ തന്നെ ഒരു ക്ലിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ ഹെയർ ബാൻഡ് മേക്കിംഗ് വീഡിയോകൾക്കായിട്ട് ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തോളൂ.